എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റൈലിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് മാസം 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം ഈ വരുന്ന മെയ് മാസം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസം 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. King of Pentacles, 8 of Swords, 3 of Swords, 7 of Pentacles, Queen of Wands, Judgment energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ജീവിതത്തിൽ അടുത്തിടെയായിട്ട് കുറച്ച് ഈ ഒരു മാസം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ. അതേപോലെ തന്നെ ആളുകളുമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ആലോചനകൾ വരുന്നുണ്ട്. അതായത് ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് നിങ്ങൾ പൈസ സേവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മ്യൂച്വൽ ഫണ്ടോ ഷെയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിറ്റ് കോയിൻ ആവും, വേറെ എന്തെങ്കിലും തരത്തിലൊക്കെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതോ അല്ലാതെയുള്ള നിങ്ങളുടെ കയ്യിലുള്ള പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ, എന്തെങ്കിലും സേവിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നീട് അത് നല്ല രീതിയിൽ പണം കൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് വീണ്ടും പണം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള രീതികളിലൂടെയൊക്കെ എങ്ങനെയാകാം അതൊക്കെ എന്നുള്ള ചിന്തകളും അതേപോലെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയമാണ്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബഡ്ജറ്റിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതത്തിൽ, പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഉള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി എന്ത് കാര്യത്തിലാണോ ജീവിതത്തിൽ ഏത് രീതിയിൽ ഒരാളോട് സംവദിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ആ ഒരു രീതിയിലായിരിക്കണമെന്നില്ല പലപ്പോഴും മറ്റുള്ളവരും നിങ്ങളോട് സംസാരിക്കുക. കാരണം ഇവിടെ നിങ്ങൾക്ക് ചില ആളുകൾ ക്ലോസ് മൈൻഡഡ് ആയിരിക്കും, അതായത് തുറന്നൊന്നും സംസാരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പല തരത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയാം. കൂടുതലായിട്ട് ഇത് പ്രൊഫഷണൽ ലൈഫിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമാണ്. ഒത്തിരി വാദോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ, അതിപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒത്തിരി കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് എന്തെങ്കിലും യെസ് ഓർ നോയോ അല്ലെങ്കിൽ ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിൽ ചിലപ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതുപോലുള്ള ആളുകൾ നിങ്ങൾക്ക് ഒത്തിരി സംസാരിക്കുന്നവർ കേൾക്കണം, ഇതൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സംസാരിക്കാൻ അവർ അനുവദിക്കുന്നുണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞാൽ അതവിടെ നിർത്തുക. അതായത് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കാത്ത സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് ഒരു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് പറയണം, മനസ്സിലുള്ളത് മനസ്സിൽ വയ്ക്കണ്ട, പുറത്ത് സംസാരിച്ചേ തീരൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും. കാരണം നിങ്ങളുടെ ത്രോട്ട് ചക്ര, അതായത് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രത്യേകിച്ച് ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യുക എന്ന് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കും, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്ത് തീർക്കുന്നതാവാം, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു സമയത്ത്. അതേപോലെ തന്നെ 8 of Swords and 7 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ജീവിതത്തിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ജോലിയിൽ മുന്നേറ്റം കാര്യങ്ങളും ജോലിയിൽ സാധ്യതകളുണ്ട്, ജോലിയിൽ നല്ലൊരു സമയം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എളുപ്പമൊന്നും ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ടാവാം. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ വിത്ത് ട്രാൻസ്ഫർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ ചിലപ്പോൾ കൊല്ലത്തേക്കോ അല്ലെങ്കിൽ കാസർഗോഡേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഉള്ളൊരു ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഒന്നുകിൽ ഒരു 1-2 മണിക്കൂർ ട്രെയിനിലൊക്കെ പോയി വരേണ്ടി വരുന്നതോ, അതല്ലെങ്കിൽ മറ്റൊരു 5 മണിക്കൂറൊക്കെ ഉള്ള സ്ഥലത്തേക്കാണെങ്കിൽ പോയിട്ട്
ട്രെയിനിൽ പോയിട്ട് വരുന്നോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് താമസിച്ചിട്ട് ജോലി ചെയ്യേണ്ടി വരികയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അത് എന്ത് വേണം എന്നുള്ള അങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ജോലി നിർത്തണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാം. പക്ഷേ ഈ റെസ്ട്രിക്ഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിനെ അതിജീവിച്ചാൽ മുന്നോട്ടേക്ക് ജീവിതത്തിൽ ഒത്തിരി സാധ്യതകളുണ്ട്. പരമാവധി ഇതൊരു സാഹചര്യമാണ്, ഇതൊരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ 1-2 വർഷത്തേക്ക് കഴിയുമ്പോൾ അത് മാറിക്കോളും എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് പൊതുവെ. പിന്നെ ചില ആളുകൾ പുഷ് ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവർ, ഇത് ഇത്രയും ദൂരം പോയിട്ട് അത് വേണ്ട എന്ന് പറയാൻ മറ്റുള്ളവർക്ക് എളുപ്പമാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഇതേപോലത്തെ വല്ല അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് ശീലമില്ലാത്ത ആളുകൾ, ഈവൻ ശീലമുള്ള ആളുകളാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ലൈഫിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാവാം. അപ്പോൾ ആ ഒരു എനർജി, അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളത്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം, ഈ ഒരു മാസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തുടങ്ങുന്ന സിറ്റുവേഷനോ, അപ്പം നിങ്ങൾ അധ്വാനിച്ച് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് സമ്പാദിച്ച് മുന്നോട്ടേക്ക് പോകാനും ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാരണം സാമ്പത്തികം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ ഒരു പ്രായത്തിൽ തന്നെ, ചെറുപ്രായത്തിൽ തന്നെ, പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അധ്വാനിച്ച് 4 കാശ് സമ്പാദിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫാമിലി, നിങ്ങൾക്കായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഫാമിലിയിൽ പാരൻസ് വളരെ പ്രൗഡ് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് പേരും പ്രശസ്തി ആ ഒരു ഇതിലേക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില കഴിവുകൾ പുറത്ത് മറ്റുള്ളവർ 4 ആൾ അറിയുന്നു. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു. മാത്രമല്ല ആ ഒരു നിങ്ങളുടെ ചില കഴിവുകളിലൂടെ നിങ്ങൾക്ക് വരുമാനം നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സിറ്റുവേഷനും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 ഓഫ് സോർട്സ് എനർജി ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത് ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവർ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നു, ഡിവോഴ്സ് കഴിഞ്ഞവരാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ളവർ. അപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകണോ, ഒരു സെക്കൻഡ് ചാൻസ് സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പല തരത്തിൽ സെക്കൻഡ് ചാൻസ് ആ വ്യക്തിക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷനാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് ആ വ്യക്തിയോട് താല്പര്യമുണ്ട്. പക്ഷേ ഇനിയും ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്താൽ ജീവിതത്തിൽ നഷ്ടമാണോ ഉണ്ടാവുക എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഇവിടെ എല്ലാവരിലും ഒരുപോലെ അല്ലെങ്കിൽ കൂടി ഒരു ഭൂരിഭാഗം ആളുകളിലും ഇതൊരു ഹീലിംഗ് ആണ്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്, ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഉറപ്പിച്ചിട്ട് കൊടുക്കുക. കാരണം സാധ്യതകളേറെയാണ് വീണ്ടും ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്കറിയാം, ആ വ്യക്തിയെ കൂടുതൽ അറിയുന്നത് നിങ്ങളാണ്. അപ്പോൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കണോ, ഇനി ഒരു ചാൻസ് കൂടി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. കാരണം ഇവിടുത്തെ എനർജിയിൽ ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി നേരെ ആയിട്ടില്ല അല്ലെങ്കിൽ നേരെ ആവാൻ ചാൻസസ് കുറവാണ് എന്നുള്ളതാണ് പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു അതേപോലെ തന്നെ 3 ഓഫ് സോർട്സ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഒരു പാർട്ട്ണർഷിപ്പിൽ ചതിവഞ്ചന സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെ പാർട്ട്ണർഷിപ്പിൽ ചതിവഞ്ചന സിറ്റുവേഷൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ചില വ്യക്തികൾ. അപ്പോൾ ഇതൊരു പലരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് ആവാം, കൂടുതലും റിലേഷൻഷിപ്പാണ് ചാൻസ്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ചതിവഞ്ചന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആവാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ വീണ്ടും ഒരുമിക്കുമോ അല്ലെങ്കിൽ ഒരുമിക്കാൻ ചാൻസ് ഉണ്ടോ, അത് വേണമെന്നൊക്കെ ഉള്ളത്. പിന്നെ അതുകൂടാതെ നിങ്ങളെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയെ കോൺഫ്രണ്ട് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. ആ വ്യക്തിയായിട്ട് സംസാരിക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ലൈഫിൽ. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത്, അല്ലാതെ തിരിച്ച് ആ വ്യക്തി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നല്ല. പക്ഷേ ആ വ്യക്തിയുടെ അടുത്ത് പറയും ഇതാണ് സിറ്റുവേഷൻ, ആ വ്യക്തി അതേ നമ്മൾ പറയില്ല, ഒരു ക്ലോഷർ ആവശ്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തതകൾ ഉള്ള ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ച. കാരണം ഇപ്പോൾ ചില ആളുകൾ ചിന്തിക്കും ഈ പ്രായമായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, ബാക്കിയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഗ്രോത്ത് ആണ് സൂചിപ്പിക്കുന്നത്, വളർച്ച. പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കൺട്രോൾ ചെയ്തിട്ട് വളരെയധികം എന്താ പറയുക നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.